Hi everybody, I am Rajesh Unithan. PSC exams today, PET, ഹൈസ്കൂൾ ടീച്ചേഴ്സിൻ്റെ നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് വായിച്ചു നോക്കുക ബോർഡിൽ, സർക്കുലേറ്ററി സിസ്റ്റം അഥവാ രക്തപര്യന വ്യവസ്ഥ എന്ന് പറയും. എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം അഥവാ രക്തപര്യന വ്യവസ്ഥ? ഇത് നിങ്ങൾ ഏവരും ടീച്ചേഴ്സ് ആകാൻ വേണ്ടി പഠിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചതാണ്. വളരെ രസകരമായി നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് സർക്കുലേറ്ററി സിസ്റ്റം. അതിൽ നമ്മൾ രക്തത്തെക്കുറിച്ച് പഠിക്കും, നമ്മൾ ഹൃദയത്തെ പറ്റി പഠിക്കും, അതിൻ്റെ മിടിപ്പിനെ പറ്റി പഠിക്കും. അങ്ങനെ നമ്മൾ PSCക്ക് വരാവുന്ന എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ കണ്ടൻറ്റും ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും. നിങ്ങളുടെ എല്ലാവരുടെയും കോപ്പറേഷൻ എനിക്ക് വേണം. ശ്രദ്ധാപൂർവം ഈ ക്ലാസ്സിലേക്ക് നോക്കിയിരിക്കണം. ഞാൻ ഓരോ പോയിന്റ് പറയുന്നതും നോട്ട് ചെയ്യണം. അത് വൃത്തിയായിട്ട്, ഞാനെപ്പോഴും പറയുന്ന കളർ പെൻസ് യൂസ് ചെയ്യണം. കളർ പെൻ ഉപയോഗിച്ചിട്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് എഴുതണം, ടൈറ്റിലുകൾ എഴുതണം. എൻ്റെ ക്ലാസ് വിശദമായിട്ട് കേട്ടിട്ട് നോട്ട് എഴുതുക, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് പോയാലോ. ചാപ്റ്ററിൻ്റെ പേര് വൺസ് അഗൈൻ ഐ വിൽ റിപ്പീറ്റ്, സർക്കുലേറ്ററി സിസ്റ്റം അഥവാ രക്തപര്യന വ്യവസ്ഥ. ഇത് നിങ്ങളുടെ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സിസ്റ്റം. എന്താണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ദിസ് സിസ്റ്റം കണ്ടെയ്ൻസ് 2 ഫ്ലൂയിഡ്സ്. 2 ഫ്ലൂയിഡ്സ് ആണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ഏതൊക്കെയാണ് 2 ഫ്ലൂയിഡ്സ് നോക്കാം. വൺ ഈസ് ബ്ലഡ്. ഒരു ഫ്ലൂയിഡ് ബ്ലഡ്. വൺ ഫ്ലൂയിഡ് ഈസ് ബ്ലഡ്. ദ അതർ വൺ ഈസ് ലിംഫ്. ഒന്ന് ബ്ലഡും ഒന്ന് ലിംഫും. അപ്പം ബ്ലഡ് ലിംഫ് എന്ന് പറഞ്ഞ 2 ദ്രാവകങ്ങൾ, 2 ഫ്ലൂയിഡ്സ് ചേർന്ന സിസ്റ്റമാണ് സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ ഇവരുടെ ഫങ്ഷൻസ്, ധർമ്മങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റത്തിന് ഒരു ജോലിയുണ്ട്. ഒരു ജോലിയല്ല, പല ജോലിയുണ്ട്. അപ്പം അതെന്തൊക്കെ ധർമ്മങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും, ചെയ്യും. അതിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് പദാർത്ഥ സംവഹനം എന്ന് പറയും. പദാർത്ഥ സംവഹനം എന്ന് വെച്ചാൽ പദാർത്ഥങ്ങളെ, നമ്മുടെ ശരീരത്തിലുള്ള വസ്തുക്കളെ വിവിധ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ജോലി, പ്രധാന ജോലി. ഞാൻ ആ ജോലിയിലേക്കൊന്ന് കടക്കാം. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് അതിൻ്റെ മേജർ ഫങ്ഷൻ, നമ്പർ 1 ഫങ്ഷൻ, ഇറ്റ് ട്രാൻസ്പോർട്ട്സ് ഡൈജസ്റ്റഡ് ഫുഡ്. നിങ്ങൾ കഴിച്ച് ദഹിപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങളെ എവിടെയാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്? അത് ആഗിരണം ചെയ്യുന്ന ഇൻഡസ്റ്റൈൻ അഥവാ ചെറുകുടലിലല്ലേ. അപ്പോൾ ഈ കുടൽ, സ്മോൾ ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്റ്റൈൻ കുടലിനെടുത്തോളൂ. ആ കുടലിൽ നിന്ന് അതിന് ആഗിരണം ചെയ്തിട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചു കൊടുക്കുക. സോ ട്രാൻസ്പോർട്ട് ഓഫ് ഡൈജസ്റ്റഡ് ഫുഡ് ഫ്രം ഇൻഡസ്റ്റൈൻ ടു വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി, അത് ചെയ്യുന്നത് ബ്ലഡാണ്, രക്തമാണ്. രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് or transports respiratory gases. റെസ്പിറേറ്ററി ഗ്യാസസ് എന്ന് വെച്ചാൽ നിങ്ങൾ ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജനെ ശ്വാസകോശത്തിൽ നിന്ന് കലകളിലേക്കും നിങ്ങളുടെ ബോഡിയിലെ സെല്ലുകളിലേക്കും അതുപോലെ അവിടെ നിന്ന് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വാസകോശത്തിലേക്കും, അതായത് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ഫ്രം ലങ് ടു ടിഷ്യൂ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ടിഷ്യൂ ടു ലങ്. ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനെ വിവിധ കലകളിലേക്കും തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ കലകളിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും. ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ഫ്രം ലങ് ടു ടിഷ്യൂ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ടിഷ്യൂ ടു ലങ്. ഇത് ചെയ്യുന്നത് ആരാണ്? സർക്കുലേറ്ററി സിസ്റ്റമാണ്. അപ്പോൾ അതെന്താ പറയുക, നമ്മൾ പറയൂ. റെസ്പിറേറ്ററി ഗ്യാസസ്. നമ്പർ 3, മൂന്നാമത്തേത്, ഇറ്റ് ട്രാൻസ്പോർട്ട്സ് ഹോർമോൺസ്. നിങ്ങളുടെ ശരീരത്തിലുള്ള ഹോർമോണുകളെ ട്രാൻസ്പോർട്ട് ചെയ്യും. എന്തിനാണ് ഹോർമോണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഹോർമോൺ ഉണ്ടാക്കുന്ന ഗ്ലാൻഡിൻ്റെ പേര് എന്ത് ഗ്ലാൻഡാണ്? അത് അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയും. അന്തസ്രാവി ഗ്രന്ഥി, എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയും. എൻഡോക്രൈൻ ഗ്ലാൻഡ് ഞാനിവിടെ എഴുതാം. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് വെച്ചാൽ അന്തസ്രാവി ഗ്രന്ഥി. അതായത് ഇങ്ങനെ എഴുതും മലയാളത്തിൽ. നമുക്ക് മലയാളത്തിലുള്ള പേരുകൾ കൂടി പഠിക്കണം. ഗ്ലാൻഡിന് വിളിക്കുന്ന പേരാ ഗ്രന്ഥി. അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ
എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് വെച്ചാൽ ആ ഗ്ലാൻഡിന് ഡക്റ്റില്ല, കുഴലില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡ്, തൈറോയിഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ബ്രെയിനിനുള്ളത്, അഡ്രീനൽ ഗ്ലാൻഡ് നമ്മുടെ വൃക്കയുടെ മുകളിലിരിക്കുന്നു, അതുപോലെ പാൻക്രിയാസിനുള്ളിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഇത്തരം ഗ്ലാൻഡുകൾക്ക് കുഴലില്ല. അതായത് അവരുണ്ടാക്കുന്ന സ്രവം, സെക്രീഷൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കുഴലില്ല. ദർ ഈസ് നോ ഡക്റ്റ്. സോ ദിസ് ഗ്ലാൻഡ് ഈസ് കോൾഡ് ഡക്റ്റ്ലെസ് ഗ്ലാൻഡ്. ഡക്റ്റില്ലാത്ത, കുഴലില്ലാത്ത ഗ്ലാൻഡുകളെ വിളിക്കുന്ന പേരാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. അപ്പോൾ അതൊരു ക്വസ്റ്റൻ അല്ലേ? ദ ഡക്റ്റ്ലെസ് ഗ്ലാൻഡ്സ് ആർ കോൾഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഇത്തരം ഗ്ലാൻഡ്സ് ഉണ്ടാക്കുന്ന കെമിക്കലുകളാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞ, ഒരു ഹോർമോണിൻ്റെ എക്സാമ്പിൾ പറഞ്ഞേ. നമ്മളുടെ പിറ്റ്യൂട്ടറി ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ പഠിച്ചിട്ടുണ്ട്. പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്നത് ഗ്രോത്ത് ഹോർമോൺ. അതേപോലെ തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്നു തൈറോക്സിൻ, അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്നു അഡ്രിനാലിൻ, അതുപോലെ ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഉണ്ടാക്കുന്നു. ഇവരെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, വേണ്ട സ്ഥലത്ത് എത്തിക്കുന്നത്, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റമാണ്, രക്തപര്യന വ്യവസ്ഥയാണ്. അപ്പോൾ രക്തപര്യന വ്യവസ്ഥയുടെ അടുത്ത ജോലി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഹോർമോൺസ് ആണ്. അടുത്ത ജോലിയിലേക്ക് വരാം. നെക്സ്റ്റ് വൺ, ഞാനിതൊന്നും വായിച്ചു കളഞ്ഞോട്ടെ. ഇതൊക്കെ ഞാൻ വായിച്ചു കളഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഫംഗ്ഷനിലേക്ക് വരാം. നാലാമത്തെ ധർമ്മം, ദ ട്രാൻസ്പോർട്ട്. ഇറ്റ് ട്രാൻസ്പോർട്ട്സ് മെറ്റബോളിക് വേസ്റ്റ്. മെറ്റബോളിക് വേസ്റ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ തരത്തിലുള്ള വിസർജ്യ പദാർത്ഥങ്ങൾ. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ലിവർ, കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിസർജ്യമാണ് യൂറിയ. കേട്ടിട്ടുണ്ടാവും യൂറിയ. നൈട്രോജീനസ് വേസ്റ്റ് എന്ന് പറയും. നൈട്രജൻ അടങ്ങിയ ഒരു വിസർജ്യം യൂറിയ. ഈ യൂറിയ ഉണ്ടാക്കുന്ന ആരാന്ന് ചോദിച്ചാൽ കരളാണ്, ലിവറാണ്. സോ വാട്ട് ഈസ് എ യൂറിയ ഫാക്ടറി ഓർ വിച്ച് ഈസ് എ യൂറിയ ഫാക്ടറി? മനുഷ്യ ശരീരത്തിലെ യൂറിയ ഫാക്ടറി എന്നറിയപ്പെടുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ലിവറാണ്, കരളാണ്. അപ്പൊ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂറിയ ആരാണ് അരിച്ചു മാറ്റുന്നത്? അത് വൃക്കയാണ്, കിഡ്നിയാണ്. അപ്പോൾ ലിവർ പ്രൊഡ്യൂസസ് യൂറിയ, ഇറ്റ് ഈസ് റിമൂവ്ഡ് ബൈ കിഡ്നി. അപ്പോൾ ഈ ലിവറിൽ നിന്ന് എങ്ങനെയാണ് അത് കിഡ്നിയിൽ എത്തുക? ത്രൂ ദ ബ്ലഡ്. ബ്ലഡാണ് അതിനെ അവിടെ എത്തിച്ച് അരിച്ചു മാറ്റാൻ സഹായിക്കുന്നത്. അപ്പോൾ ബ്ലഡിൻ്റെ അടുത്ത ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഉപാപചയ പ്രവർത്തനങ്ങൾ വഴി ഉണ്ടാകുന്ന വേസ്റ്റുകൾ, മെറ്റബോളിക് വേസ്റ്റ്, ഉപാപചയ പ്രവർത്തനങ്ങൾ വഴി ഉണ്ടാകുന്ന വേസ്റ്റുകളെ പുറന്തള്ളാൻ സഹായിക്കും, കിഡ്നിയിൽ എത്തിച്ച് അരിച്ചു മാറ്റാൻ സഹായിക്കും. അത് നമ്മുടെ രക്തപര്യന വ്യവസ്ഥയുടെ അടുത്ത ഫംഗ്ഷനാണ്. ഓക്കെ അല്ലേ? ഞാൻ ഇവിടുന്ന് 2 ക്വസ്റ്റ്യൻ പറഞ്ഞു. ഒരു ചോദ്യം എന്താ? വിച്ച് ഈസ് എ യൂറിയ ഫാക്ടറി? ലിവർ, കരൾ. വിച്ച് ഓർഗൻ റിമൂവ്സ് യൂറിയ? ഏത് ഓർഗനാണ് യൂറിയ റിമൂവ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് കിഡ്നി, വൃക്ക എന്ന് പറയും. നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റിന്റെ പേരെന്താണ്? മെറ്റബോളിക് വേസ്റ്റ് എന്ന് പറയും. മെറ്റബോളിക് വേസ്റ്റ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റ്. 5ാമത്തെ ധർമ്മത്തിലേക്ക് വരാം. നമ്മുടെ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ, സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ, രക്തപര്യന വ്യവസ്ഥയുടെ 5ാമത്തെ ഫംഗ്ഷൻ. ഇറ്റ് ട്രാൻസ്പോർട്ട്സ് ഓർ ഇറ്റ് റെഗുലേറ്റ്സ് ബോഡി ടെമ്പറേച്ചർ. ഇറ്റ് റെഗുലേറ്റ്സ് ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യും. ബോഡി ടെമ്പറേച്ചർ, നിങ്ങളുടെ ബോഡീൻ്റെ ചൂടിനെ റെഗുലേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ബാലൻസ് ചെയ്യും. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ സ്റ്റെബിലൈസേഷൻ. ഏറ്റവും കൂടുതൽ ചൂടുണ്ടാക്കുന്ന അവയവം ഏതാണ്? ഞാനൊരു ചോദ്യം ചോദിച്ചു. വിച്ച് ഓർഗൻ പ്രൊഡ്യൂസസ് മാക്സിമം ഹീറ്റ്? അത് ലിവറാണ്. അപ്പം ലിവറാണ് യൂറിയ ഉണ്ടാക്കിയത്. ലിവറാണ് ഏറ്റവും കൂടുതൽ ചൂടുണ്ടാക്കുന്നത്. കാരണം ലിവറിൻ്റെ പ്രത്യേകത, ലിവറാണ് സീറ്റ് ഓഫ് മെറ്റബോളിസം. ഏറ്റവും കൂടുതൽ മെറ്റബോളിസം നടക്കുന്ന സ്ഥലം ലിവറാണ്. ഉപാപചയ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലം ലിവറാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂടുണ്ടാക്കുന്ന ലിവറാണ്. ഇറ്റ് ഈസ് കോൾഡ് കെമിക്കൽ ഫാക്ടറി. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്ന അവയവം ഏത്? കരൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മെറ്റബോളിസം, ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലം ഏത്? ലിവർ, കരൾ. യൂറിയ ഉണ്ടാക്കുന്ന ഓർഗൻ, അവയവം ഏത്? കരൾ. ഇതെല്ലാം ക്വസ്റ്റ്യൻസാണ്, PSC ക്വസ്റ്റ്യൻസാണ്. ഇനി അതിലേക്ക് തിരിച്ചു വരാം. ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ചൂടുണ്ടാക്കുന്ന കരളാണെങ്കിലും ഈ രക്തം ഒഴുകുമ്പോൾ അവിടെ നിന്ന് മാക്സിമം ചൂട് വലിച്ചെടുത്തിട്ട് മറ്റ് സ്ഥലങ്ങളിൽ അത് ഈക്വലൈസ് ചെയ്യും. അപ്പം ചൂട് കുറവുള്ള സ്ഥലത്തേക്ക് ഈ രക്തം ചൂട് വലിച്ചെടുത്ത് കൊണ്ടുപോയി ഈക്വലൈസ് ചെയ്യും. അപ്പം എല്ലായിടത്തും ഒരേ ചൂടായിരിക്കും. എല്ലായിടത്തുള്ള ചൂട് എത്ര?
37 ഡിഗ്രി. അത് കറക്റ്റ് 37 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനായി ദ ബോഡി ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ, മനുഷ്യ ശരീരത്തിൻ്റെ താപനില എത്ര? 37 ഡിഗ്രി സെൽഷ്യസ്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞാനീ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക, എഴുതി വയ്ക്കുക. ആറാമത്തെ ഫംഗ്ഷനിലേക്ക് വരാം. പി എച്ച് ബാലൻസ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ പി എച്ച് നിലനിർത്തുക, കൃത്യമായ ആസിഡ് ബേസ് ബാലൻസ് നിർത്തുക. അത് നമ്മുടെ രക്തപര്യന വ്യവസ്ഥയുടെ അടുത്ത ഫംഗ്ഷനാണ്, സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ജോലിയാണ്. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ജോലികൾ ധർമ്മങ്ങൾ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യും. ട്രാൻസ്പോർട്ട് ഓഫ് ഡൈജസ്റ്റഡ് ഫുഡ്, ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്, ട്രാൻസ്പോർട്ട് ഓഫ് ഹോർമോൺസ്, ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റബോളിക് വേസ്റ്റ്, റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ, പി എച്ച് ബാലൻസ്. ദീസ് ആർ ദി ഫങ്ഷൻസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. എൻ്റെ കൂടെ അടിപൊളിയായിട്ട് ഒന്ന് പറഞ്ഞത്, ഒന്ന് സൂപ്പറായിട്ടൊന്ന് പറഞ്ഞ്, ദഹിപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങളെ വിവിധ ശരീരഭാഗങ്ങളിൽ എത്തിക്കുക, ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക. അതായത് ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനെ അങ്ങോട്ടും തിരിച്ചിങ്ങോട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെയും കൊണ്ടുവരിക. ഹോർമോണുകളെ അന്തസ്രാവി ഗ്രന്ഥികൾ, അതായത് എൻഡോക്രൈൻ ഗ്ലാൻസിൽ നിന്ന് വേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക, കുടലില്ലാത്ത ഗ്ലാൻസിൽ നിന്ന് വേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുക. അതുപോലെ മെറ്റബോളിക് വേസ്റ്റ്, ഉപാപചയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റുകളെ, എസ്പെഷ്യലി യൂറിയയെ, അത് അരിച്ചു മാറ്റാൻ സഹായിക്കുക കിഡ്നി കൊണ്ടുപോയിട്ട്. അതോടൊപ്പം തന്നെ ബോഡി ടെമ്പറേച്ചർ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുക, ഒപ്പം പി എച്ച് ബാലൻസ് ചെയ്യുക. ഇത്രയാണ് ഇയാളുടെ ജോലി. ആരുടെ ജോലി? നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി. കൂടെ ഞാൻ 2-3 ചെറിയ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. വിച്ച് ഈസ് എ മെറ്റബോളിക് സീറ്റ് ഓഫ് മെറ്റബോളിസം. ഏറ്റവും കൂടുതൽ ഉപാപചയ പ്രവർത്തനങ്ങൾ, രാസപ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമേത്? ലിവർ, കരൾ. ഏറ്റവും കൂടുതൽ ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമേത്? കരൾ. മാക്സിമം ടെമ്പറേച്ചർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിവർ. അതേപോലെ അടുത്ത ചോദ്യം, വിച്ച് ഓർഗൻ ഈസ് ദ ഫാക്ടറി ഓഫ് യൂറിയ? യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ഏതാണ്? അതും ലിവറാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓർഗൻ റിമൂവ്സ് യൂറിയ? യൂറിയ അരിച്ചു മാറ്റുന്ന ഓർഗൻ ഏതാണ്? അത് കിഡ്നി, വൃക്ക. റെഡിയല്ലേ? ഇത്തരം ചോദ്യങ്ങൾ. പിന്നെ ബോഡി ടെമ്പറേച്ചർ ഓഫ് മാൻ എത്ര? 37 ഡിഗ്രി. ഈ ചോദ്യങ്ങൾ ഇതിൻ്റെ കൂടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു, നമ്മുടെ ബോഡിയിൽ 2 ഫ്ലൂയിഡ്സ് ഉണ്ട്. 1 ഫ്ലൂയിഡ് ഈസ് ബ്ലഡ്, 1 ഫ്ലൂയിഡ് ഈസ് ലിംഫ്. അതിൻ്റെ ഫങ്ഷൻസ് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ അടുത്ത നിലവാരത്തിലേക്കാണ്. ഒന്ന് വായിച്ച ബോർഡിലെ വിവിധ തരം രക്തപര്യന വ്യവസ്ഥകൾ, അതായത് ടൈപ്സ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റംസ്. അതായത് ഈ ലോകത്തുള്ള അനിമൽസിനെ എടുക്കുക. നമ്മൾ ഈ ലോകത്തുള്ള അനിമൽസിനെ നമ്മൾ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കും. നിങ്ങളെല്ലാവരും അനിമൽ കിങ്ഡം പഠിച്ചിട്ടുണ്ട്. 11 കുടുംബങ്ങൾ, 11 കുലങ്ങളായിട്ട് ഈ അനിമൽസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരൊന്ന് പറയാമോ? പോറിഫെറ, സീലൻഡറേറ്റ, ടെനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളുസ്ക, എക്കൈനോഡെർമേറ്റ, ഹെമികോഡേറ്റ, കോർഡേറ്റ. ഇത്രയും ഫൈലങ്ങളുണ്ട്. അപ്പോൾ ഈ ഫൈലങ്ങളിൽ വിവിധ ആനിമൽസിൽ നമ്മളൊക്കെ കോഡേറ്റ്സ് ആണ്, നട്ടലുള്ള ജീവികളാണ്. അപ്പം നമ്മൾ ഈ അനിമൽസിൽ എങ്ങനത്തെ സർക്കുലേറ്ററി സിസ്റ്റമാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പോകും. ദ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻ ടു 2. 2 ആക്കിയിട്ടുണ്ട്. ബോർഡിലേക്ക് ശ്രദ്ധിക്കുക, 2 ആക്കിയിട്ടുണ്ട്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഇത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ തുറന്ന വ്യവസ്ഥ, അടഞ്ഞ വ്യവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഞാൻ ഈ സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നോ ബ്ലഡ് വെസൽസ്. രക്തക്കുഴലുകളില്ല, രക്തവാഹിനികളില്ലാത്ത സർക്കുലേറ്ററി സിസ്റ്റം, നോ ബ്ലഡ് വെസൽസ്. ഇൻ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, ബ്ലഡ് വെസൽസ് ആർ പ്രസന്റ്. ബ്ലഡ് വെസൽസ് ആർ പ്രസന്റ്. അവിടെ രക്തക്കുഴലുകൾ ഉണ്ട്. ഏതൊക്കെയാ? ആർട്ടറി, വെയിൻ. ആർട്ടറി, വെയിൻ, ധമനികളും സിരകളും. ആർട്ടറി, ധമനി, വെയിൻ, സിര. ധമനികളും സിരകളും ഉണ്ട്. ബ്ലഡ് വെസൽസ് ആർ പ്രസന്റ്. ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ്, ആദ്യത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് ഒഴുകുന്നത്, രക്തം ഒഴുകുന്നത് വലിയ വലിയ സ്പേസുകളിൽ കൂടിയാണ്. അതായത് തുറന്ന സ്പേസുകളിൽ കൂടിയാണ്.
വലിയ ക്യാവിറ്റീസ് പറയും, വലിയ വലിയ സ്പേസുകളിൽ കൂടിയാണ് അതിൻ്റെ രക്തം ഒഴുകുക. സോ ബ്ലഡ് ഈസ് ഫ്ലോയിങ് ത്രൂ ലാർജ് സ്പേസസ്. ആൻഡ് ഇൻ ഓപ്പൺ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ബ്ലഡ് ഈസ് ഫ്ലോയിങ് ത്രൂ ആർട്ടറി ആൻഡ് വെയിൻ. ഞാൻ പറഞ്ഞു ധമനി, സിര, അതിൽ കൂടി ഒഴുകുന്നത്, അതിലെ സ്പേസിൽ കൂടിയല്ല. ഇവരുടെ ബോഡിയിൽ, ഈ ഓപ്പൺ സർക്കുലേഷൻ ഉള്ള ആൾക്കാരുടെ ബോഡിയിൽ എന്താണ് പ്രത്യേകത? അവിടെ ബ്ലഡ് വെസൽ ഇല്ല. ബ്ലഡ് ഈസ് ഫ്ലോയിങ് ത്രൂ ലാർജ് സ്പേസസ്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ബ്ലഡ് ഈസ് ഫ്ലോയിങ് ത്രൂ ബ്ലഡ് വെസൽസ് ലൈക്ക് ആർട്ടറി ആൻഡ് വെയിൻ. ഇനി എൻ്റെ ചോദ്യത്തിലേക്ക് വരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, ഈ ലാർജ് സ്പേസസിൽ കൂടിയാണ് ബ്ലഡ് ഒഴുകുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും പ്രഷർ കുറവായിരിക്കില്ലേ? കാരണം വോളിയം, അതായത് ഈ വ്യാപ്തി കൂടുന്തോറും എന്ത് കുറയും? പ്രഷർ കുറയും. അപ്പോൾ ഇവിടെ ബ്ലഡ് പ്രഷർ ലോ ആയിരിക്കും. ബി പി ഈസ് ലോ, ബി പി ലോ ആയിരിക്കും. പക്ഷെ ഇവിടെ ബി പി കൂടുതലായിരിക്കും, ബി പി ഈസ് ഹൈ. എന്തുകൊണ്ട് ബി പി ഹൈ ആയി? കൊച്ചു കുഴലുകളാണ്, ചെറിയ കുഴലുകളാണ്. അപ്പോൾ ആ കുഴലിൻ്റെ വ്യാപ്തം, അതിൻ്റെ വോളിയം കുറവായതുകൊണ്ട് പ്രഷർ കൂടും. അപ്പോൾ ഈ ക്ലോസ്ഡ് സർക്കുലേഷൻ ഉള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ബി പി ഉണ്ട്, ഓപ്പൺ സർക്കുലേഷൻ ഉള്ള ആൾക്കാർക്ക് ബി പി കുറവാണ്. ഇനി നാലാമത്തേത് ശ്രദ്ധിക്കുക, ഈ ഓപ്പൺ സർക്കുലേഷൻ, തുറന്ന വ്യവസ്ഥയുള്ള ആൾക്കാരുടെ ബ്ലഡ് ഫ്ലോ, ബ്ലഡിൻ്റെ വേഗത കുറവായിരിക്കും. ഫ്ലോ ഈസ് സ്ലോ, വളരെ പതുക്കെ ഒഴുകുള്ളൂ. കാരണം പ്രഷർ കുറവല്ലേ. പ്രഷർ കുറവാണെങ്കിൽ ഫ്ലോ കുറവായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു പൈപ്പിൽ കൂടെ വെള്ളം ഒഴിക്കുമ്പോൾ ആ നല്ല പ്രഷറാണ്, വെള്ളം വേഗത്തിൽ പോകും. പ്രഷർ കുറവാണ്, വെള്ളം പതുക്കെ പോവുള്ളൂ. അപ്പോൾ ഇപ്പുറത്തോ ക്ലോസ്ഡ് സിസ്റ്റത്തിലോ ബ്ലഡ് ഫ്ലോ ഈസ് ഫാസ്റ്റ്, ബ്ലഡ് ഫ്ലോ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ വരും തമ്മിലുള്ള വ്യത്യാസങ്ങളെന്ന് പറഞ്ഞേ. ആദ്യത്തെ ഓപ്പൺ സർക്കുലേഷൻ, നോ ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകളില്ല. ആൻഡ് ഇൻ ക്ലോസ്ഡ് സർക്കുലേഷൻ ബ്ലഡ് വെസൽസ് ആർ പ്രസൻറ്റ്, രക്തക്കുഴലുകളുണ്ട്. ഇൻ ഓപ്പൺ സർക്കുലേഷൻ ബ്ലഡ് ഈസ് ഫ്ലോയിങ് ത്രൂ ലാർജ് സ്പേസസ്, ബ്ലഡ് ഒഴുകുന്ന വലിയ സ്പേസുകളിൽ കൂടിയാണ്. ഇൻ ഓപ്പൺ സിസ്റ്റം, ഇൻ ക്ലോസ്ഡ് സിസ്റ്റം ഇറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ആർട്ടറി ആൻഡ് വെയിൻ, ധമനികൾ, സിരകൾ വഴിയാണ് ബ്ലഡ് ഒഴുകുന്നത്. അതേപോലെ ഇൻ ഓപ്പൺ സിസ്റ്റം ബി പി ഈസ് ലോ, ഇൻ ക്ലോസ്ഡ് സിസ്റ്റം ബി പി ഈസ് ഹൈ. ഓപ്പൺ സിസ്റ്റത്തിൽ ബി പി കുറവാണ്, ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ബി പി കൂടുതലാണ്. ഇൻ ഓപ്പൺ സിസ്റ്റം ബ്ലഡ് ഫ്ലോ ഈസ് സ്ലോ, ഇൻ ക്ലോസ്ഡ് സിസ്റ്റം ബ്ലഡ് ഫ്ലോ ഈസ് ഫാസ്റ്റ്. ക്ലിയർ ആണോ? ഇനി നമുക്കിതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് പോകേണ്ട എക്സാമ്പിൾസ്. ഞാനിവിടെ ഓപ്പൺ ക്ലോസ്ഡ് എന്ന് ഒന്നുകൂടി എഴുതും. നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് പോകാം. ഞാനിവിടെ മൂന്ന് ഫൈലങ്ങൾ, ഒന്ന് ആർത്രോപോഡ, മൊളുസ്ക, ഹെമികോർഡേറ്റ. ഈ മൂന്ന് പേര് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളവരാണ്. ആർത്രോപോഡകൾ, മൊളുസ്കകൾ, ഹെമികോർഡേറ്റകൾ. ഈ മൂന്ന് പേര് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റവും. ക്ലോസ്ഡ് എക്സാമ്പിൾ അനലിഡ, നമ്മുടെ മണ്ണിരേക്ക് വരുന്ന ഗ്രൂപ്പ്, അനലിഡ, എർത്തുവം. അതേപോലെ കോർഡേറ്റ, അനലിഡ, കോർഡേറ്റ. ഈ രണ്ട് പേര് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, തുറന്ന വ്യവസ്ഥ, അടഞ്ഞ വ്യവസ്ഥ, അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു. ഒപ്പം തന്നെ എക്സാമ്പിൾ പറഞ്ഞു. ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? നോക്കൂ. വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഫോർ ഓപ്പൺ സർക്കുലേഷൻ? ആർത്രോപോഡുകൾ, മൊളുസ്കകൾ, ഹെമികോഡേറ്റകൾ. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, അനലിഡകൾ, കോഡേറ്റകൾ. കോഡേറ്റകൾ നമ്മളാണ്, നമുക്കൊക്കെ ക്ലോസ്ഡ് സർക്കുലേഷനാണ്. ഇനി അടുത്തതിലേക്ക് വരാം. നമ്മൾ പഠിക്കാൻ പോകുന്ന ബ്ലഡിനെ പറ്റിയാണ്. ബ്ലഡിനെ പറ്റി പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. രക്തം, നമ്മുടെ ബ്ലഡ്, ഈ ബ്ലഡിൻ്റെ നിറം എന്താണ്? വാട്ട് ഈസ് എ കളർ ഓഫ് ദി ബ്ലഡ്? ബ്ലഡിൻ്റെ കളർ ഡാർക്ക് റെഡാണ്. ഡാർക്ക് റെഡ്, ഇരുണ്ട ചുവപ്പ് നിറം. ബ്ലഡിൻ്റെ പ്രത്യേകത, അതൊരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിക്കും. ഒരു കലയാണ്.
ദ്രവരൂപത്തിലുള്ള കലയാണ്, ദ്രാവക രൂപത്തിലുള്ള കല. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ സംയോജക കല എന്ന് പറയും. അപ്പൊ ദ്രാവക സംയോജക കല എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ, അതായത് ലിക്വിഡ് രൂപത്തിലുള്ള ഒരു സംയോജക കല. കല എന്ന് പറഞ്ഞാൽ ടിഷ്യൂ, സംയോജിപ്പിക്കുന്ന കല എന്ന് പറഞ്ഞാൽ പരസ്പരം കണക്ട് ചെയ്യുന്ന കല. അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒഴുകി നടക്കുന്നതുകൊണ്ടാണ് ആ പേര് വിളിച്ചത്. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് ഓർത്ത് വെച്ചോളൂ, ദ്രവ സംയോജക കല. ഇതിന്റെ പ്രത്യേകത, അതിന്റെ പി എച്ച് എന്ന് പറയുന്നത്, ബ്ലഡിന്റെ പി എച്ച് എന്ന് പറയുന്നത് ആൽക്കലിയാണ്, ആൽക്കലൈൻ പി എച്ച് ആണ്. ഏകദേശം 7.4 to 7.6. ഇതാണ് അതിന്റെ പി എച്ച് വാല്യൂ. അപ്പം രക്തത്തിന്റെ പി എച്ച് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 7.4 to 7.6 ആയിരിക്കും. അത് ദ്രാവക സംയോജക കലയാണ്. ഇരുണ്ട ചുവപ്പ് നിറമാണ്, ഇരുണ്ട ചുവപ്പ് നിറം, ഡാർക്ക് റെഡ് കളർ, ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ, പി എച്ച് വാല്യൂ 7.4 to 7.6. ഇതാണ് ബ്ലഡിന്റെ പ്രത്യേകത. ഇനി ബ്ലഡിനെ പറ്റി ഒന്ന് നോക്കൂ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ബ്ലഡ്, ബ്ലഡിന്റെ രക്തത്തിന്റെ ഘടന എങ്ങനെ ഇരിക്കും നോക്കാം. നമ്മൾ രക്തം ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് വെക്കുക, ടെസ്റ്റ് ട്യൂബിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് അത് പുറത്തു വരുമ്പോൾ അത് കട്ട പിടിക്കും. കട്ട പിടിക്കാതിരിക്കാൻ ചില കെമിക്കൽസ് ഒക്കെ ഉണ്ട്. ആ കെമിക്കൽസിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റി കൊയാഗുലന്റുകൾ എന്ന് വിളിക്കും. ആൻറ്റി കൊയാഗുലന്റ്. ഇതാണ് അതിൻ്റെ പേര്, ആൻറ്റി കൊയാഗുലന്റ് എന്ന് വിളിക്കും. രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ആൻറ്റി കൊയാഗുലന്റുകൾ. ഇതിങ്ങനെ വെറുതെ കേട്ടുകൊണ്ടിരുന്നാൽ പോരാ, എഴുതിയെടുക്കണം ഓരോ പോയിന്റും. അത്ര ഒരു വസ്തു നിങ്ങളുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റി കൊയാഗുലന്റ് ഏതാണ്? ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റി കൊയാഗുലന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഹെപ്പാരിൻ എന്നറിയപ്പെടും. ഹെപ്പാരിൻ. ഇതാണ് നമ്മുടെ കരളുണ്ടാക്കുന്ന ആൻറ്റി കൊയാഗുലന്റ്. അതുപോലെ ഈ രക്തം കുടിക്കുന്ന അട്ടയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ അട്ടയിലുള്ള ഒരു ആൻറ്റി കൊയാഗുലന്റ് ഉണ്ട്, അതിൻ്റെ ഉമിനീരിലുള്ള ആൻറ്റി കൊയാഗുലന്റ്. അതിൻ്റെ പേര് ഹിരുഡിൻ എന്നാണ്. ഹിരുഡിൻ. ഹിരുഡിൻ. നമ്മുടെ കരളുണ്ടാക്കുന്ന ആൻറ്റി കൊയാഗുലൻ്റെ പേരെന്താ? ആൻറ്റി കൊയാഗുലന്റിൻ്റെ പേരെന്താ? ഹെപ്പാരിൻ. അതുകൊണ്ടാണ് ഈ ഹെപ്പാരിൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ബോഡിക്കുള്ളിൽ രക്തം കട്ടപിടിക്കുക. അപ്പം നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തുകൊണ്ട് രക്തം കട്ടപിടിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബിക്കോസ് അവർ ബോഡി കണ്ടെയ്ൻസ് ഹെപ്പാരിൻ. നമ്മുടെ രക്തത്തിൽ ഹെപ്പാരിൻ ഉണ്ട്. പിന്നെ മുറിവൊക്കെ പറ്റുമ്പോൾ ഈ ചില വസ്തുക്കൾ വന്നിട്ട് അവിടെ ക്ലോട്ടിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തുകയാണ് ചെയ്യുക. നോർമലി നമ്മുടെ രക്തത്തിനുള്ളിൽ ഹെപ്പാരിൻ ഉള്ളത് കൊണ്ട് ക്ലോട്ടിംഗ് നടക്കത്തില്ല. മുറിവ് പറ്റുമ്പോൾ ഹെപ്പാരിൻ ഇനാക്റ്റീവ് ആയി പോകും. പകരം ചില വസ്തുക്കൾ വന്നിട്ട് ക്ലോട്ടിംഗ് എന്ന് പറഞ്ഞ കട്ട പിടിക്കുന്ന പ്രോസസ്സ് അവിടെ നടത്തും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. വാട്ട് ആർ ദി ആൻറ്റി കൊയാഗുലൻസ്? ദ സബ്സ്റ്റൻസ് യൂസിങ് ടു പ്രിവെൻറ്റ് ക്ലോട്ടിംഗ്. രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള വസ്തു, അതിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റി കൊയാഗുലൻസ്. ദ ഗുഡ് എക്സാമ്പിൾ രണ്ടെണ്ണുണ്ട്. വൺ ഈസ് ഹിരുഡിൻ. ഈ ഹിരുഡിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലല്ല, ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ലീച്ച്. ലീച്ച് എന്ന് പറഞ്ഞ അട്ട, അതിൻ്റെ ഉമിനീരിലാണ്. ലീച്ചിൻ്റെ ഉമിനീരിൽ, അതായത് സലൈവയിൽ ഉള്ള കെമിക്കലാണ്. ലീച്ച് ബ്ലഡ് കുടിക്കും. അപ്പോൾ കടിക്കുമ്പോൾ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഈ ഹിരുഡിൻ അപ്ലൈ ചെയ്തിട്ട് അത് കുടിക്കുള്ളൂ, രക്തം കുടിക്കുള്ളൂ. അതുപോലെ നമ്മുടെ ബോഡി കാണുന്ന കരളുണ്ടാക്കുന്ന കെമിക്കലാണ് ഹെപ്പാരിൻ. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ആയി. ഒന്നാമത്തെ ചോദ്യം, അട്ടയുടെ ഉമിനീരിലുള്ള ആൻറ്റി കൊയാഗുലന്റ് ഏതാണ്? ഹിരുഡിൻ. മനുഷ്യ ശരീരത്തിലെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റി കൊയാഗുലന്റ് ഏതാണ്? ഹെപ്പാരിൻ. ഇത് രണ്ടും ഓർത്തിരിക്കുക. രണ്ടിനെയും വിളിക്കുന്ന പേര് ആൻറ്റി കൊയാഗുലന്റുകൾ എന്നാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ബ്ലഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കും, ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തു. എന്നിട്ട് അപ്പോൾ അത് കട്ട പിടിക്കും. കട്ട പിടിക്കാതിരിക്കാൻ ഒരു ഡ്രോപ്പ് ഹെപ്പാരിൻ ആഡ് ചെയ്യുക. കുറച്ച് ഹെപ്പാരിൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ, കുറേ സമയം വെക്കുക. വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്നറിയോ? അതിൻ്റെ
ഉള്ളിലുള്ള സെല്ലുകൾ അങ്ങ് അടിയും. രക്തത്തിൽ സെല്ലുകളുണ്ട്, കോശങ്ങളുണ്ട്. ആ കോശങ്ങൾ അങ്ങ് അടിയും. അതായത് അതിനകത്തിലെ ഖരപദാർത്ഥങ്ങൾ അങ്ങ് അടിയും. അതിലെ ലിക്വിഡ് മാത്രം മുകളിൽ നിൽക്കും. അപ്പോൾ അതിനുള്ള സോളിഡ് പാർട്ട് സെറ്റിലാകും, ലിക്വിഡ് പാർട്ട് മുകളിൽ നിൽക്കും. ഓക്കെ അല്ലേ? ഈ മുകളിൽ നിൽക്കുന്ന ലിക്വിഡ് പാർട്ടിന് വിളിക്കുന്ന പേരാണ് പ്ലാസ്മ. പ്ലാസ്മ എന്ന് വിളിക്കും. പ്ലാസ്മ ഈസ് എ ലിക്വിഡ് പാർട്ട്. ദ്രാവകമായിരിക്കും. ദ്രാവകം ലിക്വിഡാണ്. അതേപോലെ ഫോംഡ് എലമെൻസിനെ രക്തകോശങ്ങൾ എന്ന് വിളിക്കും. ആ രക്തകോശങ്ങൾ 3 പേരുണ്ട്. RBC ചുവന്ന രക്താണു, WBC വെളുത്ത രക്താണു, പ്ലേറ്റ്ലെറ്റുകൾ. പ്ലേറ്റ്ലെറ്റിൻ്റെ മലയാളം പ്ലേറ്റ്ലെറ്റ് എന്ന് തന്നെയാണ് കേട്ടോ. RBC, WBC, പ്ലേറ്റ്ലെറ്റ്. ചുവന്ന രക്താണു, വെളുത്ത രക്താണു, അതുപോലെ പ്ലേറ്റ്ലെറ്റ്. ഇവർ 3 പേരും കൂടിയാണ് ഈ രക്തകോശങ്ങളിൽ ഉൾപ്പെടുന്നത്. ദ്രാവക രൂപത്തിലുള്ള ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രക്തമായി. അപ്പോൾ രക്തത്തിന് 2 ഭാഗമുണ്ട്. രക്തത്തിലെ ദ്രവരൂപത്തെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മ. കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ഫോംഡ് എലമെൻറ്റ്സ് അഥവാ രക്തകോശങ്ങൾ. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ്, എത്രയാണ് ഇതിൻ്റെ ശതമാനം? നിങ്ങളുടെ പ്ലാസ്മയുടെ ശതമാനം 55%. രക്തകോശങ്ങളെല്ലാം കൂടി 45%. 55%, 45%. ഇതാണ് ഇവർ തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനാണ്, പെറ്റിൻ്റെ ചോദ്യമാണ്, PSC ക്വസ്റ്റ്യനാണ്. ആ ചോദ്യം ഇതാണ്: രക്തകോശങ്ങളുടെയും പ്ലാസ്മയുടെയും അനുപാതം എത്ര? അതായത് പ്ലാസ്മ രക്തകോശങ്ങൾ തമ്മിലുള്ള അനുപാതം എത്ര? അത് 55%, 45%. ഇതാണ് അനുപാതം എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്താലോ? ആദ്യമായിട്ട് രക്തത്തിൻ്റെ നിറം എന്താ? ഇരുണ്ട ചുവപ്പ് നിറം. ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുതരാം. ഇരുണ്ട ചുവപ്പ് നിറം. രക്തം ഒരു ദ്രാവക സംയോജക കലയാണ്. ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതിൻ്റെ pH വാല്യൂ ആൽക്കലൈൻ ആണ്. ആൽക്കലി pH ആണ്. 7.4 മുതൽ 7.6 വരെ വരാം. അതുപോലെ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ആൻറ്റി കൊയാഗുലൻറ്റുകൾ എന്ന് പറയും. മനുഷ്യ ശരീരം ഉണ്ടാക്കുന്ന ആൻറ്റി കൊയാഗുലൻ്റാണ് ഹെപ്പാരിൻ. അട്ടയുടെ ലീച്ചിൻ്റെ ഉമിനീരിലുള്ള ആൻറ്റി കൊയാഗുലൻ്റാണ് ഹിരുഡിൻ എന്ന് പറയുന്നത്. ഈ വസ്തുക്കൾക്ക് രക്തം കട്ട പിടിക്കാതെ നോക്കാൻ പറ്റും. അതുപോലെ തന്നെ രക്തത്തെ 2 ഭാഗമായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പ്ലാസ്മ, 2 രക്തകോശങ്ങൾ. പ്ലാസ്മ എന്ന് പറയുന്നത് ദ്രാവക രൂപം, ലിക്വിഡ് പാർട്ട്, അത് 55%. ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് രക്തകോശങ്ങൾ, ചുവന്ന രക്താണു, വെളുത്ത രക്താണു, പ്ലേറ്റ്ലെറ്റുകൾ. ഇതെല്ലാം കൂടി 45%. ഓക്കെ ആണോ? റെഡിയാണോ? നമുക്ക് അടുത്ത ലെവലിലേക്ക് പോയാലോ? നമ്മൾ ആദ്യം പഠിക്കുന്ന പ്ലാസ്മയെ പറ്റിയാണ്. പ്ലാസ്മ ദ്രാവക രൂപത്തിലുള്ള ഭാഗമല്ലേ? ബ്ലഡിൻ്റെ ദ്രവ പദാർത്ഥമല്ലേ? അപ്പോൾ ബ്ലഡിൻ്റെ ദ്രവ പദാർത്ഥമാണ് പ്ലാസ്മ. പ്ലാസ്മ. ഈ പ്ലാസ്മയുടെ നിറം എന്ന് പറഞ്ഞാൽ പെയിൽ യെല്ലോ, വിളറിയ മഞ്ഞ നിറം. പെയിൽ യെല്ലോ കളറാണ്. പെയിൽ യെല്ലോ കളർ, ദാറ്റ് ഈസ് എ കളർ ഓഫ് പ്ലാസ്മ. പ്ലാസ്മയുടെ നിറമാണ് പെയിൽ യെല്ലോ, വിളറിയ മഞ്ഞ. വൈക്കോലിൻ്റെ നിറം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ പ്ലാസ്മയിൽ ഏതാണ്ട് ഒരു 90 മുതൽ 92% വെള്ളമാണ്, വാട്ടർ. 90 to 92%. ഏതാണ്ട് 6 മുതൽ 8% അതിൽ പ്രോട്ടീനുകളാണ്. പ്രോട്ടീൻസ്, പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയും. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. ബാക്കി എന്ന് പറയുമ്പോൾ ഏകദേശം 2%. അതിലെന്തൊക്കെയുണ്ടെന്നറിയാമോ? ഷുഗറുകൾ ഉണ്ടാവും, ഷുഗർ. അതേപോലെ യൂറിയ ഉണ്ടാവും, ക്ലോറിൻ ഉണ്ടാവും, സോഡിയം ഉണ്ടാകും, സോഡിയം പ്ലസ് ആണ് കേട്ടോ. പൊട്ടാസ്യം ഉണ്ടാകും, K+. ബൈകാർബണേറ്റ്, HCO3- ബൈകാർബണേറ്റ് ഉണ്ടാകും. അമിനോ ആസിഡുകൾ ഉണ്ടാകും. അപ്പം അമിനോ ആസിഡ്സ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, സോഡിയം ഉണ്ട്. ഞാൻ ഹൈലൈറ്റ് ചെയ്യാം: അമിനോ ആസിഡ്, പൊട്ടാസ്യം, സോഡിയം, ക്ലോറിൻ, യൂറിയ, ഷുഗർ, ബൈകാർബണേറ്റ്. ഇത്രയാണ് ബാക്കി.
ഏതാണ്ട് 6 മുതൽ 8% പ്രോട്ടീൻസാണ്, വിവിധ തരം പ്രോട്ടീനുകളാണ്. 90 മുതൽ 92% വെള്ളമാണ്. വെള്ളറിയ മഞ്ഞ നിറം, പെയിൽ യെല്ലോ നിറമാണ് പ്ലാസ്മയ്ക്ക്. അപ്പോൾ പ്ലാസ്മയെ പറ്റി 2 വാക്ക് സംസാരിച്ച്. പ്ലാസ്മ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡ് ആണ്, ദ്രവപദാർത്ഥമാണ്. ഇറ്റ് ഹാസ് പെയിൽ യെല്ലോ കളർ, വിളറിയ മഞ്ഞ നിറമാണ്. 90 to 92% വാട്ടറാണ്. 6 to 8% പ്രോട്ടീനുകളാണ്. ബാക്കി ഷുഗർ, യൂറിയ, ക്ലോറിൻ, ബൈകാർബണേറ്റ്, സോഡിയം, പൊട്ടാസ്യം, അമിനോ ആസിഡ്സ് എക്സെട്ര, ഇതെല്ലാം കൂടിയാണ് ബാക്കി വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പം നമുക്കിതിൻ്റെ പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. പ്ലാസ്മയിലെ പ്രോട്ടീൻസ് ഏതൊക്കെയാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. പ്ലാസ്മ പ്രോട്ടീൻസ്. ഇത് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ. പ്ലാസ്മ പ്രോട്ടീൻസ്, പ്ലാസ്മയിലെ പ്രോട്ടീനുകൾ ഏതൊക്കെ ശ്രദ്ധിക്കുക. കുറേ പേരുണ്ട്. ആൽബുമിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ട്. ആൽബുമിനുകൾ, ആൽബുമിൻ, അതേപോലെ ഗ്ലോബുലിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, ത്രോംബോജൻ, ഇവരൊക്കെയാണ് അതിലുള്ള പ്രോട്ടീൻസ്. അപ്പോൾ ആരൊക്കെയാണ് പ്ലാസ്മയിലുള്ള പ്രോട്ടീൻസ് ഒന്ന് പറയൂ. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, ത്രോംബോജൻ. ഇതിൽ ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്, ധർമ്മമുണ്ട്. ഞാൻ ഓരോരുത്തരുടെ ഫങ്ഷൻ പറയാം. ആദ്യമായിട്ട് ആൽബുമിൻ എന്ന് പറയുന്ന ആൾ നിങ്ങളുടെ ബോഡിയിലെ വെള്ളത്തിൻ്റെ നിലവാരം, വെള്ളത്തിൻ്റെ നില, വാട്ടർ ബാലൻസ്, ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കും. വാട്ടർ ബാലൻസ് ഞാൻ ഇംഗ്ലീഷിൽ എഴുതുമെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ എഴുതി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കും. രക്തത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന പ്രോട്ടീൻ ഏത്? ആൽബുമിനാണ്. ആൽബുമിൻ. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നിയന്ത്രിക്കുന്ന പ്രോട്ടീനാണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പ്രതിരോധം. നിങ്ങൾ ആൻറ്റിബോഡി എന്ന് കേട്ടിട്ടുണ്ട്. ആൻറ്റിബോഡി, അത് ഗ്ലോബുലിനാണ്. ആൻറ്റിബോഡികൾ എന്ന് പറയുന്നത് ഗ്ലോബുലിനാണ്. അസുഖങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ആൻറ്റിബോഡി, അത് ഗ്ലോബുലിനാണ്. അപ്പോൾ ഗ്ലോബുലിൻ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി ഉണ്ടാക്കിത്തരും. ദേ ആർ ആൻറ്റിബോഡീസ്, അവരാണ് ആൻറ്റിബോഡികൾ എന്നറിയപ്പെടുന്നത്. ഫൈബ്രിനോജനും ത്രോംബോജൻ്റെയും ജോലി രക്തം കട്ട പിടിക്കാൻ സഹായിക്കും. ക്ലോട്ടിംഗ് ആണ് അതിൻ്റെ ഫങ്ഷൻ. ക്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്താലോ. പ്ലാസ്മ പ്രോട്ടീൻസ് ആർ 4 types. പ്ലാസ്മയിലുള്ള പ്രോട്ടീനുകൾ 4 തരത്തിലുണ്ട്. ആൽബുമിനുകൾ, ഗ്ലോബുലിനുകൾ, ഫൈബ്രിനോജനുകൾ, ത്രോംബോജനുകൾ. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, ത്രോംബോജൻ. ആൽബുമിൻ മെയിൻറ്റെയിൻസ് വാട്ടർ ബാലൻസ്, രക്തത്തിലെ ജലത്തിൻ്റെ നില കൺട്രോൾ ചെയ്യും, കറക്റ്റ് നില കൺട്രോൾ ചെയ്യും. ആൻഡ് ഗ്ലോബുലിൻ മെയിൻറ്റെയിൻസ് ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി കൺട്രോൾ ചെയ്യും. ആൻറ്റിബോഡികൾ എന്ന് പറയുന്നത് ഗ്ലോബുലിൻസ് ആണ്. ഫൈബ്രിനോജനും ത്രോംബോജനും രക്തം കട്ട പിടിക്കാൻ സഹായിക്കും. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇതാണ് പ്ലാസ്മയെ പറ്റി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പോകേണ്ടത് രക്തകോശങ്ങളിലേക്കാണ്. പ്ലാസ്മ എന്ന് പറയുന്നത് ദ്രവരൂപത്തിലുള്ള ബ്ലഡിൻ്റെ ഭാഗമാണ്, രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണ്, ലിക്വിഡ് പാർട്ടാണ്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിലെല്ലാം ഓരോ പോയിന്റ്സും ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. നന്നായിട്ട് പഠിക്കാം. ഇനി നമുക്ക് നേരെ ഈ രക്തകോശങ്ങളിലേക്ക് പോയാലോ. വാട്ട് ആർ ദി ഇമ്പോർട്ടൻ്റ് ബ്ലഡ് സെൽസ്? ഏതൊക്കെയാണ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്. നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം. പ്ലസ് അല്ലാതെ തന്നെ ഓർത്തോളൂ. ചുവന്ന രക്താണു, വെളുത്ത രക്താണു, ശ്വേതരക്താണു അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റുകൾ. ഈ 3 പേരെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ അവരിലേക്ക് നമുക്ക് പോകാം.